ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് പ്ലം കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം എത്ര അറിയാത്തവർക്കും നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് നമുക്ക് ഒരു മാസത്തോളം തന്നെ കേടുകൂടാതിരിക്കുന്ന രീതിയിൽ നല്ല ടേസ്റ്റോടെ നല്ലൊരു മോയ്സ്ചറായിട്ടുള്ള പ്ലം കേക്ക്. ഇതിപ്പോൾ ഞാൻ റിച്ച് പ്ലം കേക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ആണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേശ്ശെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വയ്ക്കുന്നത്. അപ്പോൾ അത് വീഡിയോ നമുക്ക് കാണാം. അത് എങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് തുടങ്ങി നമ്മളിപ്പോൾ ഒരു മാസം മുമ്പൊന്നും സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇതെങ്ങനെ ഇതിൽ സോക്ക് ചെയ്ത് നല്ലൊരു പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിതൊരു 2.5 കിലോയുടെയാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ ഓരോ ട്രിപ്പ് ഞാൻ 2.5 കിലോ വെച്ചിട്ട് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഒരു 50 കേക്കോളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഓരോ ദിവസം അങ്ങനെ ചെയ്തെടുക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ ഇപ്പോൾ 2.5 കിലോയുടെ നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ ഇതിന് 1/4 കപ്പിൻ്റെ അളവിലാണ് ഞാൻ എടുക്കുന്നത്. ഈ ഒരു 1/4 കപ്പിൻ്റെ അളവിലാണ് 1 കിലോയ്ക്ക് നമ്മൾ എടുക്കേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ്. കാരണം ടൂട്ടി ഫ്രൂട്ടിക്ക് ആണെങ്കിൽ അത് 2 കപ്പ് എടുക്കുക. 1/4 കപ്പിൻ്റെ അളവിൽ 2 കപ്പ്. ബാക്കി ബ്ലാക്ക് റൈസിൻസ് പിന്നെ മറ്റേ കിസ്മിസ് ഇതൊക്കെ ഈ 1/4 കപ്പിൻ്റെ അളവിലാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി മാത്രം 2 കപ്പ് എടുക്കുക. പിന്നെ ഡേറ്റ്സ് 1 കിലോയ്ക്ക് 4 എണ്ണം വെച്ചിട്ട് അങ്ങനെ എടുക്കുക. ഡേറ്റ്സ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ചിലവരിടും, ചിലവരിടുന്നില്ല. പക്ഷെ ഞാനിപ്പോൾ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും തന്നെ ഇടാറുണ്ട്. പിന്നെ വേണ്ടത് ചെറി, അതേപോലെ തന്നെ ഒരു 4 എണ്ണം വെച്ചിട്ട് എടുത്താലും മതിയാവും. 4-5 എണ്ണം വെച്ച് 1 കിലോയ്ക്ക്. അപ്പോൾ അതിനനുസരിച്ചുള്ള അളവിലാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ കിസ്മിസ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് റൈസിൻസ് ഇട്ടിട്ടുണ്ട്. ബ്ലാക്ക് റൈസിൻസ് അതിപ്പോൾ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നല്ലൊരു ടേസ്റ്റാണ് അതിനകത്ത് ഉണ്ടായാൽ. പിന്നെ നമുക്ക് ക്രഷ് ചെയ്തിട്ടുള്ള കശുവണ്ടി, പിന്നെ അതുപോലെ തന്നെ ഈ ഇത്രയും, പിന്നെ ജിഞ്ചർ ക്യാൻഡി, അതേപോലെ തന്നെ ഓറഞ്ച് പീൽ. ജിഞ്ചർ ക്യാൻഡിയും ഓറഞ്ച് പീലും ആ ഒരു 1/4 കപ്പിൻ്റെ അളവിൽ ആണ് എടുക്കുന്നത്. അപ്പോൾ അതൊരു 1 കിലോയാണെങ്കിൽ ആ 1/4 കപ്പിൻ്റെ 3/4 ഭാഗത്തോളം എടുക്കുക 1 കിലോയ്ക്ക്. അതിനനുസരിച്ചാണ് ഞാൻ ആ അളവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/4 കപ്പിൻ്റെ അളവിലാണ് ഞാൻ ഇപ്പോൾ ഓരോന്നിൻ്റെയും എടുക്കുന്നത്. അപ്പോൾ 1 കിലോയ്ക്കാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അളവ് നോക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ഞാൻ ഈ ഒരു അളവിൽ എടുക്കുമ്പോഴേക്കും നല്ല റിച്ചായിട്ടുള്ള നമ്മുടെ പ്ലം കേക്ക് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ഹെവി ആയിട്ട് അതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ചെറിയൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിടുക. പിന്നെ ഡേറ്റ്സിൻ്റെയൊക്കെ കുരുവൊക്കെ നീക്കിയിട്ട് അതിനകത്ത് അതും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിടുക. അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു ബൗളിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ആദ്യം സെറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ കേക്ക് റെഡിയാക്കിയത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇതിൻ്റെ ഒരളവിലെന്ന് പറയുന്നത് പഞ്ചസാര നമ്മൾ ക്യാരമൽ ചെയ്യണതാണ്. അത് ഒരു 1/3 കപ്പ് 1 കിലോയ്ക്ക് 1/3 കപ്പാണ് 1 കിലോയ്ക്ക് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാനൊരു 2.5 കിലോയ്ക്കുള്ളതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പൊടിച്ച പഞ്ചസാരയും ചേർക്കുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേക്ക് ഉണ്ടാക്കുമ്പോൾ. പിന്നെ വേണ്ടത് നമുക്ക് മിക്സഡ് ഫ്രൂട്ട് ജാമാണ്. അതിപ്പോൾ ഞാൻ ഒരു 100 ഗ്രാമിൻ്റെ വെച്ച് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതും ഇതിനകത്ത് ആവശ്യമുള്ളത്. ഇത് ക്യാരമൽ ചെയ്യുമ്പോൾ നമ്മളതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സ്ലോ ആയിട്ടുള്ള ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേപോലെ അങ്ങോട്ടും ഒന്ന് നീക്കി കൊടുത്താൽ മാത്രം. നമ്മൾ കയ്യിൽ കൊണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊരു ഡാർക്ക് കളർ വരണം. പക്ഷേ അത് നമ്മൾ ഫ്ലെയിം കൂട്ടിയിടരുത്, കയ്പ്പ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ നീക്കി ഇങ്ങനെ കൊടുത്തിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളുടെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും, നല്ല കളറിൽ. അതിനുവേണ്ടി ഒരു ക്യാരമൽ സിറപ്പൊന്നും നമ്മൾ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ക്യാരമൽ ചെയ്തെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് പതഞ്ഞിങ്ങനെ വരണം. പതഞ്ഞ് വന്നിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3/4 കപ്പോളം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/4 കപ്പ് വെച്ചിട്ട് അങ്ങനെ 1/2 കപ്പ് 3/4 കപ്പോളം വെള്ളം തിളപ്പിച്ചെടുത്തിട്ടാണ് പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഒഴിക്കുക. അപ്പോൾ ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഒഴിക്കുക. കണ്ട് ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരണം. അപ്പോഴേക്കും ആണ് നല്ലൊരു ഡാർക്കായിട്ട് കളറിൽ നല്ല തിക്ക് ഒരു
സിറപ്പായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ വെള്ളത്തിൽ തന്നെയാണ് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മളുടെ മിക്സഡ് ഫ്രൂട്ട് ജാം ഇടുക. ഇപ്പോൾ മിക്സഡ് ഫ്രൂട്ട് ജാം ഇപ്പോൾ ഇല്ല, ഓറഞ്ച് മർമലൈഡൊക്കെ ഉണ്ടെങ്കിൽ അതിടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാനത് മിക്സഡ് ഫ്രൂട്ട് ജാം ഇടുന്നത്. ഇത് മാത്രം മതി, നമുക്ക് മിക്സഡ് ഫ്രൂട്ട് ജാം മാത്രം മതി നമ്മളുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് ഇരിക്കാനായിട്ട്. അപ്പോൾ അതിപ്പോൾ ഞാൻ ഈ ഒരു അളവിലാണ് എടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പാക്കറ്റാണെങ്കിൽ ഇപ്പോൾ 1 കിലോയ്ക്ക് ആണെങ്കിൽ പകുതി ഇട്ടാൽ മതി, ഒരു ടിന്നിൻ്റെ പകുതി എന്നനുസരിച്ച്. ഇപ്പോൾ 2.5 കിലോ ആകുമ്പോൾ നമ്മൾ ആ ഒരു 2 ടിന്നിൻ്റെ 3/4 ഭാഗത്തോളം ഞാനിട്ടു, രണ്ടാമത്തെ ടിന്നിൻ്റെ അത്ര ഇടുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അപ്പോൾ നമ്മൾ ആ കട്ടയ്ക്കൊന്ന് ഉടച്ച് നന്നായിട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മളുടെ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഒന്നും വൈനിലോ റമ്മിലോ ഒന്നും സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അടിപൊളി ടേസ്റ്റായിട്ടുള്ള നമ്മളുടെ കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. റിച്ച് പ്ലമ്മാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റിലും മോയ്സ്ചറസിലും നമുക്ക് നന്നായിട്ട് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ചെയ്തെന്നാൽ മാത്രം മതി. അപ്പോൾ ഞാൻ അത് ഓവർനൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് തണുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് വേറെ ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓവർനൈറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ തണുക്കാൻ കുറച്ച് സമയം എടുക്കും. ഇത് അത്രയും തിക്കായിട്ടുള്ളൊരു ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആയതുകൊണ്ട് തന്നെ അതൊന്നും തണുക്കാൻ ആ ഒരു ഷുഗർ സിറപ്പൊക്കെ തണുക്കാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും ഒന്ന് മീഡിയം ഫ്ലെയിമിലിടുക. ലോ ഫ്ലെയിമല്ല, മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് അത് നന്നായിട്ട് തടന്ന് അതിൻ്റെ ഉള്ളിൽ ആ ഒരു ബ്ലാക്ക് റൈസിൻസും പിന്നെ ആ ഒരു കിസ്മിസ് 2 തരത്തിലുണ്ട്. പുളി ഉള്ളതുകൊണ്ട് പുളി ഇല്ലാത്തതുകൊണ്ട്. നല്ല മധുരമുള്ളതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ നോക്കി വാങ്ങണം നമ്മൾ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അത് നന്നായിട്ട് വീർത്ത് വരും. അങ്ങനെ വരണം. അത്രയും രീതിയിൽ നമ്മൾ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് വറ്റിയൊക്കെ വരുമ്പോഴേക്കും നമ്മളുടെ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ആ സെറ്റ് അടിപൊളിയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാം അതിനകത്ത് പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് വെറുതെ. എന്നിട്ട് ഇതേപോലെ നമ്മൾ അപ്പം തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ ആ ഒരു നല്ല കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട് തന്നെ, ആ ചുവട് കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട് പെട്ടെന്നത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചട്ടി എടുക്കാവൂ. നമ്മളിപ്പോൾ സ്റ്റീലിൻ്റെ ഒന്നും എടുക്കരുത്. പെട്ടെന്ന് ക്യാരമൽ ചെയ്യുമ്പോഴേക്കും നല്ല ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് അത്ര നല്ല കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്നൊന്നും അടുക്കി പിടിക്കുകയില്ല, കരിഞ്ഞു പോവില്ല. എന്നിട്ട് നമ്മുടെ സാധനം സെറ്റാകുമ്പോഴേക്കും അപ്പം തന്നെ പ്ലേറ്റിലേക്ക് മാറ്റുക. എന്നിട്ടത് തണുക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഇത് ഓവർനൈറ്റ് ചെയ്യണേ, അതിരുന്ന് പിറ്റേ ദിവസം നമുക്ക് എടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ പിറ്റേ ദിവസമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ബ്ലേഡ് സാധാരണ ഇടുന്ന എപ്പോഴും കേക്ക് ചെയ്യുന്ന ആ ഒരു ബ്ലേഡല്ല ഇടേണ്ടത്. പ്ലം കേക്കിന് ഇതേപോലത്തെ ബ്ലേഡ് വേണം ഇടാനായിട്ട്. എന്നിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ 100 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മളെടുത്ത് പുറത്ത് വയ്ക്കുക. റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം മാത്രമേ നമ്മൾ ബട്ടർ എടുക്കാവൂ. എന്നിട്ട് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന ആ ഒരു ബട്ടർ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വേണമെങ്കിൽ 150 ഗ്രാം അങ്ങനെയും ഞാൻ എടുക്കാറുണ്ട്. ഇപ്പോൾ ഒന്നിച്ച് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ബട്ടർ മാത്രം അങ്ങനെ അത്ര ആവശ്യമില്ല. ഇതിപ്പോൾ ഇതുപോലെ നമ്മൾ എടുത്താലും മതി. ടേസ്റ്റൊക്കെ അടിപൊളിയാണ് ഇതിൻ്റെ. ഈ ഒരു അളവിലെടുത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. കാരണം അടിപൊളി ടേസ്റ്റ് മാത്രമല്ല നല്ല മോയ്സ്ചറും ആയിരിക്കും. നമ്മൾ ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കരുത്, ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മളത് കഴിച്ച് നോക്കി. അടിപൊളി ടേസ്റ്റായിരിക്കും. അതിൻ്റെ സ്മെല്ലും അടിപൊളിയാണ്, ടേസ്റ്റ് അടിപൊളിയാണ്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഒരു ഓഫ് വൈറ്റ് കളറാവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു യെല്ലോ കളറായിരിക്കും നമ്മളുടെ ബട്ടർ. അപ്പോൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ലൊരു സോഫ്റ്റായിട്ട് ഒരു ഓഫ് വൈറ്റ് കളറാവുന്നത് വരെ ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അതിനകത്തേക്ക് പഞ്ചസാര പൊടിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര പൊടിച്ച് എടുക്കുന്നത് ഇപ്പോൾ ഒരു 1/3 കപ്പ് തരിയോടുള്ള പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്യാനായിട്ട് എടുത്തു. അതുപോലെ 1 കിലോത്തിൻ്റെ അളവിനാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒരു 3/4 കപ്പോളമാണ് 1 കിലോയ്ക്ക് നമ്മൾ എടുക്കണം. അതായത് 1/3 കപ്പ് തരിയോടുള്ള പഞ്ചസാര കാരമലൈസ് ചെയ്യാനെടുക്കണം. അതിൻ്റെ കൂടെ ഇപ്പോൾ പൊടിച്ച പഞ്ചസാര ചേർക്കേണ്ടത് 3/4 കപ്പ്.
അപ്പോൾ അങ്ങനെ 1/4 കപ്പ് ആകുമ്പോഴേക്കും ഇതൊരു 1.25 കപ്പോളം ഞാനിത് എടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ തന്നെ ഒന്നിച്ച് 2.5 കിലോ ചെയ്ത് വന്നപ്പോൾ ഒരു 3 കിലോ ഉണ്ടായിരുന്നു. അത് ചെയ്തപ്പോൾ ഞാനൊരു സെപ്പറേറ്റ് വേറെ മോൾഡിലും കൂടി എടുക്കുക, കാരണം അത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അത്രയും നല്ല റിച്ചായിട്ട് തന്നെ എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 കിലോ നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാനുള്ള ആ ഒരു കേക്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് വെയിറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ മോൾഡിലും നമ്മൾ വെയിറ്റ് നോക്കിയിട്ടാണ് ബാറ്ററി ഇട്ട് കൊടുക്കുന്നത്. അപ്പം 3 കിലോയോളം ഉണ്ടായിരുന്നു, കാരണം അത് ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ ഒരു അളവിൽ നമ്മൾ എടുക്കുമ്പോഴേക്കും ആ പൊടിയൊക്കെ നമ്മൾ എടുക്കുമ്പോഴേക്കും കറക്റ്റ് 2.5 കിലോ തന്നെ കിട്ടേണ്ടത്. എന്നിട്ട് ഇതുപോലെ പഞ്ചസാരയും അതേപോലെ തന്നെ നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടണം. നന്നായിട്ട്, അതായത് ഒരു തരി പോലും ഇല്ലാതെ നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചറിൽ വന്ന് ആ കളറൊക്കെ മാറി കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഓഫ് വൈറ്റ് കളറായി. അതിന് ശേഷം മാത്രമേ നമ്മൾ കുറേ നേരം അതിനകത്തിട്ട് ചെയ്യുക. എല്ലാ ഭാഗത്തു നിന്നും തൂത്ത് കൊടുത്തിട്ട് സ്പാച്ചില കൊണ്ട് നമ്മളിട്ട് നന്നായിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ട് അത് മിക്സായി വന്നതിന് ശേഷം ഓരോ മുട്ട വീതം ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതിപ്പോൾ 1 കിലോ പ്ലം കേക്കിന് 3 മുട്ട വെച്ചിട്ടാണ് എടുക്കേണ്ടത്. അങ്ങനെ ഇതിപ്പോൾ ഞാനൊരു 7 വലിയ മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്രയും വലിയ മുട്ടയായതുകൊണ്ടാണ് 7 എണ്ണം എടുത്തത്. അതല്ലെങ്കിൽ 8 എണ്ണം എടുക്കേണ്ടി വരും, കാരണം നല്ല വലിയ മുട്ടയായിരുന്നു. അപ്പോൾ അത്രയും ആവശ്യമുള്ളൂ നമുക്ക്. എന്നിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് നമ്മളിതിപ്പോൾ സെപ്പറേറ്റ് ഞാൻ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിതിപ്പോൾ ഏതെങ്കിലും ഒരു മുട്ട കേടായിട്ടുണ്ടെങ്കിൽ ആ മൊത്തം ബാറ്റർ പോകും. മാത്രമല്ല ഇതെപ്പോഴും ഓരോ തവണ ഓഫ് ചെയ്ത് നമുക്ക് പൊക്കാനും ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഇതേപോലെ 2 രീതിയിലും നമുക്ക് ഇതിപ്പോൾ ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ. എന്നിട്ടത് ബീറ്റായി. അത് ഞാനിപ്പോൾ അതിന് ശേഷം രാവിലെ ഇത് തന്നെ പെപ്സി ഒഴിച്ചിട്ട് നമ്മൾ നല്ല തലേ ദിവസം തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊക്കെ നന്നായിട്ട് തണുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് പെപ്സി ഒഴിച്ചു കൊടുക്കുന്നത്. അത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടോടെ ഒഴിക്കരുത്, തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിതിപ്പോൾ ഞാനൊരു 1/2 കപ്പിൽ കൂടുതൽ ഒരു 1/4 കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. അത്രയും ഒഴിച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോഴേക്കും നമ്മളുടെ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/4 കപ്പ് ഓയിൽ, അപ്പോൾ 1 കിലോയിൻ്റെ അളവെന്ന് പറയുമ്പോഴേക്കും അപ്പോൾ ഒരു 1/4 കപ്പോളം നമുക്ക് ഒഴിക്കാം ഓയിൽ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ആയതുകൊണ്ടാണ് 1/4 കപ്പോളം ഒഴിച്ചത്. ഓയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. അതിന് ശേഷം കുറച്ച് നെയ്യ്, ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. അതും പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, അതും 2 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക്. അത് കൂടി പോകേണ്ട, കാരണം മധുരം കറക്റ്റായിട്ട് കിട്ടണ പോലെ ഓവർ മധുരമായെന്നാൽ അത് കരിഞ്ഞു പോകാനും അതിൻ്റെ ഒരു ഭയങ്കര ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും മധുരത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതും 2 ടേബിൾ സ്പൂണോളം, അതും പിന്നെ നെയ്യ് 2 ടേബിൾ സ്പൂണോളം, ഇത്രയും മുട്ടയൊക്കെ ബീറ്റ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് മിക്സായി കഴിയുമ്പോഴേക്കും പിന്നെ വേണ്ടത് നമ്മളുടെ മസാല. പ്ലം കേക്കിൻ്റെ മസാല എന്ന് പറയുന്നത് ജാതിക്ക, പട്ട, കറയാമ്പ് ഇത്രയും കൂടി നന്നായിട്ട് പൊടിച്ച് അരിച്ചെടുത്ത് ഒരു അല്പം പോലും തരിയില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ പ്ലം കേക്ക് കഴിക്കുമ്പോൾ അതിനകത്ത് ചെറിയതായിട്ട് കടിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ നന്നായിട്ട് അരിച്ചെടുക്കണം. അത് ഭയങ്കര നൈസായിട്ടുള്ള പൊടിയാണ്. അതേപോലെ അരിച്ചെടുക്കുക. അത് ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്ലം കിലോ ആയതുകൊണ്ടാണ്, ഒരു 3 കിലോയോളം വരുന്നതിന് ആണ് ഈ ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ വേണ്ടത് ഓരോ എസൻസുകളാണ്. അതിനകത്ത് റിച്ച് പ്ലം എസൻസ്, പിന്നെ പൈനാപ്പിൾ എസൻസ്, ഓറഞ്ച് എസൻസ്, പിന്നെ റം എസൻസ്, ഇത്രയും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ വാനില എസൻസും. അപ്പോൾ ഇതിപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ ഡ്രോപ്പ് അനുസരിച്ചാണ് നമ്മൾ വരുന്നത് ഇപ്പോൾ ഇതിനകത്ത്. അപ്പോൾ ഒരു ടീസ്പൂണോളം വരുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഓരോന്ന്. അപ്പോൾ ഈ എല്ലാ എസൻസും ഇടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാകും, നല്ലൊരു സ്മെല്ലാണ് അതിനകത്ത് കിട്ടുന്നത്.
അപ്പോൾ ഇതെല്ലാം നമുക്ക് കേക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഇതേപോലെ ഈ ഒരു ഇൻഗ്രീഡിയൻസിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്ത് പോയാൽ നല്ല അടിപൊളി നമുക്ക് പ്ലം കേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയതാണ് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അത് നമ്മൾക്ക് ഇപ്പോൾ ഞാൻ 1 കിലോ പ്ലം കേക്കിന് 2 കപ്പ് മൈദയും അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ വേണ്ടത് കൊക്കോ പൗഡർ, അതും ഒരു 1.5 ടീസ്പൂൺ കൊക്കോ പൗഡർ. ഇത്രയും ഡാർക്ക് കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് ഇപ്പോൾ 1 കിലോയുടെ അളവിലാണ് ഞാൻ പറഞ്ഞത്. അതിനനുസരിച്ചുള്ള അളവിൽ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒറ്റ തവണ അരിച്ചാൽ മതി. ഒരുപാട് 3 തവണ നമ്മൾ മറ്റേ ക്രീം കേക്ക് ചെയ്യുന്നത് പോലെ 3 തവണയൊന്നും അരിക്കേണ്ട ആവശ്യമില്ല. ഒരു തവണ അരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. പിന്നെ സോൾട്ടഡ് ബട്ടറാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇടേണ്ട ആവശ്യമില്ല. സോൾട്ടഡ് ബട്ടറാണ് നമ്മൾ ഇടേണ്ടത്. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഫസ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, പിന്നെ നമ്മളുടെ ഇത് മിക്സ് ചെയ്യുന്ന രീതി, ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യുക, ഇത് മാറി മാറി മിക്സ് ചെയ്യുക. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ബീറ്ററിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം, പക്ഷേ അതിൻ്റെ താഴെ ഭാഗം അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്യില്ല. അപ്പോൾ എനിക്ക് കൂടുതൽ ഈസി ആയിട്ട് തോന്നിയത് ഇതായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. സ്റ്റാൻഡ് മിക്സറിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ തന്നെ മാറി മാറി രണ്ടും ഇട്ട് കൊടുക്കുക ഫുള്ളായിട്ട്. എന്നിട്ട് ഞാനിതിപ്പോൾ ഒരു 1/2 kg ആണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 1/2 kg, പിന്നെ ഒരു 1 kg 7 ഇഞ്ചിൻ്റെ ടിന്നും 6ഉം 5ഉം ഒക്കെ ആയിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ വെയിറ്റ് നോക്കിയിട്ടാണ്, വെയിറ്റ് മെഷീനിൽ വെച്ചിട്ട് വെയിറ്റ് നോക്കിയിട്ട് അതിനകത്തേക്ക് ബാറ്റർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിനകത്ത് പിന്നെ നമ്മുടെ കാഷ്യനട്ട്, അത് ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത്. അത് നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അത് ഏറ്റവും ലാസ്റ്റ് സോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ഇട്ട് കൊടുത്തെന്നാൽ അത് കുതിർന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അതിൽ നല്ലത് നമുക്ക് ഇതേപോലെ അപ്പോൾ നന്നായിട്ട് കടിക്കാനൊക്കെ കിട്ടും നമുക്കത്. മറ്റേതിങ്ങനെ കുതിർന്ന രീതിയിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൽ നല്ലത് നമ്മളിത് ലാസ്റ്റ് നമ്മൾ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ശേഷം ഒന്ന് അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. മിക്സ് ചെയ്യണം ലാസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും കൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഡെക്കറേഷൻ ചെയ്യാനുള്ള കാഷ്യനട്ടും നമ്മുടെ കറുത്ത മുന്തിരി അത് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നല്ല തിക്ക് ബാറ്ററായിട്ട് വന്നിരിക്കുന്നു. കളറും അടിപൊളിയായിട്ടുണ്ട്. ഡാർക്ക് കൊക്കോ പൗഡർ ചേർക്കുന്നത് ഈ ഒരു കളർ കിട്ടാനും ടേസ്റ്റ് വൈസ് നോക്കുമ്പോഴേക്കും കൊക്കോ പൗഡർ ഇടുന്നത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ്. അതിനാണ് ഡാർക്ക് കൊക്കോ പൗഡർ ഇടുന്നത്. കളറിന് മാത്രമല്ല ടേസ്റ്റ് വൈസും നല്ല അടിപൊളിയാണ്. എന്നിട്ട് ഇതെല്ലാ ഭാഗത്തും താഴെയൊക്കെ അടിയിലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അടിയിൽ നല്ല ആ മുട്ടയുടെയും ബട്ടറുടെ ഒക്കെ അടിയിൽ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനമാണ് ഞാനതൊന്ന് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ മോൾഡിലേക്ക് മാറ്റുക. ഇതിപ്പോൾ ഞാൻ സ്റ്റൗ ടോപ്പിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നമ്മൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോവുക. എങ്കിൽ അടിപൊളിയായിട്ടുള്ള നമ്മളുടെ പ്ലം കേക്ക് സൂപ്പറായിട്ട് നമുക്ക് നല്ല ടേസ്റ്റുമാണ്, നല്ല മോയ്സ്ചറാണ്. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇത് നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചില്ല, അത് പെട്ടെന്ന് അതിന് നേരത്തെ 1 മാസം മുമ്പേ സോക്ക് ചെയ്യണം, അതൊന്നും വേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ സോക്ക് ചെയ്ത അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പ്ലം കേക്ക് കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ റമ്മിലൊന്നും റമ്മിൽ സോക്ക് ചെയ്ത് കഴിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ആൽക്കഹോളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇതുപോലെ തന്നെ പെപ്സിയിലൊക്കെ നമ്മൾ ചെയ്തെന്നാൽ ഇട്ടെന്നാൽ ആ ഒരു ടേസ്റ്റ് ഒരു വ്യത്യാസമാണ്. അതാ ഞാൻ പറഞ്ഞ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്ത് നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതെല്ലാം വെയിറ്റ് നോക്കിയിട്ട് ഞാനൊരു 1 കിലോ അളവിൽ അങ്ങനെ ഓരോന്ന് നോക്കി, പിന്നെ 1/2 കിലോ നോക്കി. അപ്പോൾ ബാലൻസ് വീണ്ടും ഒരു 1/2 കിലോ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു നീളമുള്ള മറ്റേ ബ്രെഡിൻ്റെ പാനിൽ മോൾഡിൽ വെച്ചിട്ടാണ് പിന്നെ അത് ഞാൻ ചെയ്തെടുത്തത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതലായതുകൊണ്ടാണ് ഇത്രയും നമ്മുടെ വെയിറ്റ് കൂടുതലായിട്ട് വന്നത്. അതല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ചും കൂടി കുറച്ചെടുത്തെന്നാൽ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 കപ്പ് അളവാണ് 1 കിലോ കേക്കിന് വരുന്നത്, പ്ലം കേക്ക്.
അപ്പോൾ കറക്റ്റായിരിക്കും അത്. ഇതിപ്പോൾ റിച്ച് പ്ലം ആയതുകൊണ്ടാണ് ഞാൻ അത്രയും ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തത്. അപ്പോൾ ഇങ്ങനെ ഇട്ട് ഉണ്ടാക്കിയെന്നാൽ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സാധാരണ നോർമൽ ഉണ്ടാക്കുന്ന രീതി ആയിരിക്കില്ല ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ. ഇപ്പോൾ വൈനിൽ സോക്ക് ചെയ്താലും റമ്മിൽ സോക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഇതായിട്ടാണ് തോന്നിയത് എനിക്ക്. കസ്റ്റമേഴ്സിനും ഒരുപാട് ഇപ്പോൾ വർഷത്തെ കസ്റ്റമേഴ്സ് ഉണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ. അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്ത്, അതൊരു ടേസ്റ്റ് വളരെ ഇഷ്ടമാണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ തന്നെയാണ് വീണ്ടും വീണ്ടും ഓർഡർ നമുക്ക് തരുന്നത്. അപ്പോൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് നമ്മളിതുപോലെ ചെയ്തെടുക്കുമ്പോൾ അടിപൊളിയാണ്. അതിൻ്റെ സ്മെല്ല് ആ റൂം മൊത്തം ഉണ്ട് ഇതിൻ്റെ ആ ഒരു പ്ലം കേക്കിൻ്റെ സ്മെല്ല്. നമ്മൾ നടുക്കൊന്ന് കുഴിച്ച് കൊടുത്തിട്ട് വേണം ഇങ്ങനെ സൈഡിലേക്കൊന്ന് ബാറ്റർ നീക്കി കൊടുത്തിട്ട് വേണം ഇതുപോലെ വെക്കാൻ. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഒഴിച്ചിട്ട് അപ്പം തന്നെ വെച്ചെന്നാൽ താഴ്ന്നു പോകും. അപ്പോൾ അത് പൊങ്ങി വരുമ്പോഴേക്കും നമ്മളുടെ മേളിൽ ഡെക്കറേഷൻ ചെയ്തതൊക്കെ താഴ്ന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് നടുക്കൊന്ന് പൊക്കി മാറ്റിയിട്ട് ഇതുപോലെ സെറ്റാക്കി കൊടുക്കുക. നമ്മളുടെ ഇതെല്ലാം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളിതുപോലെ തന്നെ നമ്മളൊന്ന് ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ബട്ടറൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് അതിനകത്ത് ഉണ്ടാകും. അപ്പോൾ തന്നെ അത് ഉള്ളിലേക്ക് വലിഞ്ഞു പോകും. എന്നാൽ ആ ചൂടോടെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം. അതായത് ബേക്കായി കഴിയുമ്പോൾ തന്നെ നമ്മളിതുപോലെ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നല്ല ഗ്ലേസിങ് ആയിട്ട് നമ്മളുടെ പ്ലം കേക്ക് റെഡിയായി കിട്ടും. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കൂടെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.